തമിഴ്നാട് തിരുനെൽവേലിയിൽ കേരളം തള്ളിയ മാലിന്യം നീക്കം ചെയ്യുന്നത് തുടരുന്നു. കേരളത്തിൽ നിന്ന് 6 സംഘങ്ങളായി മാലിന്യം വേർതിരിച്ചു കൊണ്ടുപോകും. സബ് കളക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാലിന്യ നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. മാലിന്യം ഇന്ന് തന്നെ കേരളത്തിലെത്തിച്ച് സംസ്കരിക്കും. ഇവിടുന്ന് തമിഴ്നാട് ടീമുമായിട്ട് ജോയിൻ ചെയ്ത് ഞങ്ങൾ ഓരോ ലൊക്കേഷൻസിലേക്കും ഇവിടെ നിന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്യും. 6 ലൊക്കേഷൻ നമ്മൾ കേരളത്തിലാണ് സംസ്കരിക്കുന്നത് അല്ലേ? അത് ഇവിടെ നിന്ന് എടുത്ത് തരം തിരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസ്കരണം അത് കഴിഞ്ഞതിന് ശേഷം അല്ല എല്ലാം ഫസ്റ്റ് പ്ലാൻ பண்ணுங்க அரௌண்ட் 70. இன்னைக்கு வெஹிக்கிள் 15க்கு மேலே இருக்கு, வந்துட்டே இருக்கு. തിരുനെൽവേലിയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, എന്താണ് പ്ലാൻ? ധന്യ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ വിവിധ ഗ്രാമങ്ങളിൽ കേരളത്തിലെ ആശുപത്രിയിൽ നിന്ന് നിക്ഷേപിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഈ മാലിന്യ നീക്കം ചെയ്യാനുള്ള ജോലികൾ തുടങ്ങിയത്. തിരുവനന്തപുരം ജില്ലാ കളക്ടറിന്റെ മേൽനോട്ടത്തിൽ 70 അംഗ സംഘമാണ് ഇവിടേക്ക് വന്ന് ഈ മാലിന്യ നീക്കം ഇപ്പോൾ ചെയ്യുന്നത്. ഗ്രീൻ കേരളയും അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനും സംയുക്തമായിട്ടാണ് മാലിന്യ നീക്കം. 16 ലോറികളിലായിട്ടാണ് ഈ മാലിന്യം ഈ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോവുക. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ഈ മാലിന്യം വേർതിരിച്ച് സംസ്കരിക്കുന്ന ജോലികൾ നടത്തും. എന്തായാലും വലിയ വിവാദമായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മാലിന്യം നീക്കം ചെയ്യാമെന്ന് കേരളം പൂർണ്ണമായി സമ്മതിച്ചത്. കാരണം കേരളത്തിൽ നിന്ന് ആശുപത്രി മാലിന്യങ്ങൾ പ്രോട്ടോകോൾ പാലിക്കാതെയോ മാനദണ്ഡങ്ങൾ പാലിക്കാതെയോ ഒരു തരത്തിലും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നില്ല. കൃത്യമായിട്ട് അത് സംസ്കരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനിടയിൽ തമിഴ്നാട്ടിലെ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം കേരളത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കൂടുതൽ വിവാദത്തിലേക്ക് പോകാതെ ഈ മാലിന്യ നീക്കം പൂർണ്ണമായിട്ട് ചെയ്തു കൊള്ളാമെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചു കൊണ്ടുവന്ന് ധന്യ, കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ, കാരണം ഈ മാലിന്യം ഇവിടുന്ന് ലോറികളിലേക്ക് എടുത്തുകൊണ്ടുപോയി അത് പിന്നീട് വേർതിരിച്ച് പല സ്ഥലങ്ങളിലേക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. നമുക്കറിയാം കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ട് ഇമേജ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ അത് സംസ്കരിക്കുന്നത്. അപ്പോൾ ആ സംവിധാനം തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തുമുണ്ട്. അപ്പോൾ എറണാകുളത്ത് ബ്രഹ്മപുരത്തേക്ക് അടക്കം ഇത് കൊണ്ടുപോകും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് ബ്രഹ്മപുരത്തേക്കായിരിക്കില്ല, ബ്രഹ്മപുരത്തേക്കും തിരുവനന്തപുരത്തെ വിവിധ ഇടങ്ങളിലേക്കും ഇമേജ് വഴി ഏതൊക്കെ രീതിയിലാണോ ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിച്ചു കൊണ്ടുപോകുന്നിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ ഈ മാലിന്യങ്ങൾ അവിടേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്ന രീതിയായിരിക്കും ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു ലോറിയിൽ മാലിന്യങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ മറ്റൊരു ലോറി മാലിന്യം പൂർണ്ണമായി നിറച്ചുകൊണ്ട് അത് ഇവിടുന്ന് അല്പസമയത്തിനകം പുറപ്പെടുകയും ചെയ്യും. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു ലോറിയിൽ മാലിന്യങ്ങൾ JCB നിറച്ചുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ലോറിയിൽ മാലിന്യങ്ങൾ പൂർണ്ണമായിട്ട് കെട്ടി നിറച്ചുകൊണ്ട് അത് ഇവിടുന്ന് പുറപ്പെടാൻ തയ്യാറാവുകയാണ്. ഒരു തരത്തിലും ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത്യന്തം ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഇതിലെടുത്ത് കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് തന്നെയാ, ഈ പ്രദേശം എന്ന് പറയുന്നത് തിരുനെൽവേലിയിലെ ഏതാണ്ട് 6 ഇടങ്ങളിലായിട്ടാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കല്ലിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഏതാണ്ട് ഒരു 3-4 ഇടത്തായിട്ട് ഈ പ്രദേശത്ത് തന്നെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം ഒരു ഗ്രാമപ്രദേശമാണ്, പൂർണ്ണമായിട്ടും ഗ്രാമപ്രദേശമാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ കന്നുകാലികളെ വളർത്തി കൃഷിയും കാലി വളർത്തലുകളുമായിട്ട് മാത്രം ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകളുള്ള ഒരു സ്ഥലമാണ്. നേരത്തെ ഇവിടെ നിന്ന് ആളുകളോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവർ ഇവിടെ നിന്ന് കേരളത്തിലേക്ക് പാലും അതുപോലെ പച്ചക്കറിയും നെല്ലും അടക്കമുള്ളവ കയറ്റി വിടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കുപ്പയാണ്, മാലിന്യമാണ് കേരളത്തിൽ നിന്ന് ഇവിടേക്ക് അവർ തിരിച്ചു നൽകുന്നത് എന്നുള്ള ഒരു കാര്യം വളരെ വിഷമത്തോടു കൂടി നേരത്തെ സംസാരിച്ചപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അത്തരത്തിൽ വലിയൊരു വിവാദത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരളം ഇപ്പോൾ ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോറികളിലേക്ക് JCB ഉപയോഗിച്ചുകൊണ്ട് മാലിന്യം കയറ്റുകയാണ്. ഏതാണ്ട് ആശുപത്രി മാലിന്യം എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഇത് ദുർഗന്ധം വമിക്കുന്നതാണ്, എത്രമാത്രം പലതരത്തിലുള്ള പകർച്ചവ്യാധികൾക്ക് അടക്കം കാരണമാകാവുന്ന ആശുപത്രി മാലിന്യമാണത്. അപ്പോൾ അതാണ് യാതൊരു വിധത്തിലുമുള്ള പ്രോട്ടോകോൾ പാലിക്കാതെ ഇത്രയും തുറസായ സ്ഥലത്ത് കൊണ്ട് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 10-300-ലധികം കുടുംബങ്ങൾ ഇതിനോട് ചേർന്ന് താമസിക്കുന്നുണ്ട്. കന്നുകാലികളെ വളർത്തുന്ന ഇവിടെ നിന്നാണ്. കന്നുകാലികളടക്കം ഈ മാലിന്യത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് അതുങ്ങൾക്ക് സംഭവിച്ചു പോയാൽ അങ്ങനെ ആശങ്കപ്പെടുന്ന ആളുകളുണ്ട്. എന്തായാലും കൂടുതൽ
ഭാഗത്തിലേക്കൊന്നും പോകാതെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് മാലിന്യം ഇപ്പോൾ നീക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി ഈ മാലിന്യം സംസ്കരിക്കും. എന്തായാലും എല്ലാ പ്രദേശത്തു നിന്നും ഇവിടുത്തെ ഈ പറയുന്ന 4 പഞ്ചായത്തിലെ തിരുനെൽവേലിയിലെ 4 പഞ്ചായത്തിലെ 6 ഇടങ്ങളിലായിട്ടാണ് ഈ മാലിന്യം നിക്ഷേപിച്ചിരുന്നത്. ആ മാലിന്യ നിക്ഷേപം ഇപ്പോൾ ഈ 70 അംഗ സംഘം 20 ഉദ്യോഗസ്ഥരും മറ്റ് തൊഴിലാളികളുമൊക്കെ ആയിട്ട് 70 പേരടങ്ങുന്ന സംഘമാണ് കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തിരുനെൽവേലിയിലേക്ക് അല്പസമയം മുമ്പ് വന്നത്. ആ സംഘം ഇപ്പോൾ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധന്യ. ശരി ഷിജോ.